ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ നോക്കാമല്ലേ കൂട്ടുകാരെ. ഓക്കെ, വെൻ ഡസ് എ ഫാമിലി ബഡ്ജറ്റ് ബിക്കം സ്റ്റേബിൾ? ഒരു ഫാമിലി ബഡ്ജറ്റ് എങ്ങനെയാണ് സ്റ്റേബിൾ ആവുന്നതാണ്, എപ്പോഴാണെന്നാണ് അത് ചോദിച്ചിട്ടുള്ളത്. വെൻ ഇൻകം എക്സീഡ്സ് എക്സ്പെൻഡിച്ചർ, വരുമാനം ചെലവിനേക്കാൾ കൂടുമ്പോൾ. ദെൻ വെൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ, വരുമാനവും എക്സ്പെൻഡിച്ചറും ഒരുപോലെ ആകുമ്പോൾ ഈക്വൽ ആകുമ്പോൾ. വെൻ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് ഇൻകം, ചെലവ് വരുമാനത്തേക്കാൾ കൂടുമ്പോൾ. വെൻ ഓൾ ഓഫ് ദ എബോവ് ഒക്കർ. അപ്പോൾ ഇതിൽ ഏതാണ് കൂട്ടുകാരെ? വെൻ ഡസ് എ ഫാമിലി ബഡ്ജറ്റ് ബിക്കം സ്റ്റേബിൾ ആവുന്നത്? യെസ്, വെൻ ഇൻകം എക്സീഡ്സ് എക്സ്പെൻഡിച്ചർ അല്ലേ. എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതൽ എന്താവുമ്പോൾ? യെസ്, ഇൻകം ആവുമ്പോൾ അല്ലേ. Okay, then what suggestion can you provide to turn the family budget given below into surplus budget? ഇവിടെ താഴെ നോക്ക്, ഒരു പട്ടിക നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? വാട്ട് സജഷൻ ക്യാൻ യു പ്രൊവൈഡ് ടു ടേൺ ദ ഫാമിലി ബഡ്ജറ്റ് ഗിവൺ ബിലോ ഇൻടു എ സർപ്ലസ് ബഡ്ജറ്റ്? ഒരു ഫാമിലി ബഡ്ജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് ആകാനുള്ള ഈ പട്ടിക നോക്കിയിട്ടാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പോൾ ഈ ഫാമിലി ബഡ്ജറ്റിന് സർപ്ലസ് ബഡ്ജറ്റ് ആക്കാനുള്ള സജഷൻസ് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, സാലറി എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നത്? യെസ്, 10,000 റുപ്പീസ് ആണല്ലേ. ഓക്കെ, ദെൻ എക്സ്പെൻഡിച്ചർ നോക്കൂ, റൈസ് പ്രൊവിഷൻ ആൻഡ് എമൗണ്ട് 6,000 റുപ്പീസ് ആണ്. ദെൻ പെൻഷൻ നോക്കൂ, 3,600 റുപ്പീസ് ഉണ്ട് അല്ലേ. ദെൻ എക്സ്പെൻഡിച്ചർ മിൽക്ക് വെജിറ്റബിൾസ് 1,100. ദെൻ അഗ്രികൾച്ചർ 2,400. ദെൻ ഫിഷ് മീറ്റ് 2,500 അല്ലേ. ദെൻ വേജസ് 8,000. ദെൻ ഫോർ ഇലക്ട്രിസിറ്റി 800. ക്ലോത്തിങ് 2,000. യെസ്, 2,000. മെഡിക്കൽ എക്സ്പെൻസസ് 1,000. എഡ്യൂക്കേഷൻ 1,000. entertainment 800. Then travel to 2,200. Loan repayment 4,000. Then phones, newspaper, gas 1,600. Then agriculture 1,000. Miscellaneous 2,200. ടോട്ടൽ നോക്കൂ, വരുമാനം എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? യെസ്, ടോട്ടൽ ഇൻകം എമൗണ്ട് എത്രയാണ്? 24,000 ആണ് അല്ലേ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ നോക്കൂ, ചിലവ് എത്ര വന്നിട്ടുണ്ട് അവർക്ക്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് യെസ് 26,200 അല്ലേ. 24,000, 24,000 രൂപയാണ് അവർക്ക് വരുമാനം വന്നിട്ടുള്ളത് ആകെ. പക്ഷെ എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? എത്രയാണ്? 26,200 രൂപയാണല്ലേ. അതായത് എന്താണ് ഇവിടെ? ഇൻകത്തേക്കാൾ കൂടുതൽ ഇവിടെ എന്താണ്? ചിലവാണല്ലേ, എക്സ്പെൻഡിച്ചർ ആണല്ലേ. അപ്പോൾ ഇതൊരു സർപ്ലസ് ബഡ്ജറ്റ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടുകാരെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെൻസ് ഓൺ ഫിഷ്, മീറ്റ്, എൻ്റർടൈൻമെൻറ്റ്, മിൽക്ക്, അതർ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്. അങ്ങനത്തെ ചിലവ് എന്ത് ചെയ്യുക? നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം അല്ലേ. എക്സ്പെൻസ് ഓഫ് ഫിഷ്, മീറ്റ്, എൻ്റർടൈൻമെൻറ്റ്, മിൽക്ക് ആൻഡ് അതർ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. Then activity 2 നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് എഗ്രി വിത്ത് പൊസിഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. എന്താണ്? സൗത്ത് ആഫ്രിക്ക എന്ന രാജ്യത്തിൻ്റെ സ്ഥാനവുമായിട്ട് യോജിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്താനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റായി നോക്കാം. എ കൺട്രി വിത്ത് ഡൈവേഴ്സ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്. എന്താണ്? ദക്ഷിണാഫ്രിക്ക, അതായത് എന്താണത്? വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള രാജ്യം എന്നാണ് അല്ലേ പറയുന്നത്. ദെൻ എ കൺട്രി ഷെയറിംഗ് ബോർഡേഴ്സ് വിത്ത് ദ ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ദ അറ്റ്ലാന്റിക് ഓഷ്യൻ, അതായത് ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും അതിർത്തി പങ്കിടുന്ന രാജ്യം അല്ലേ. ദെൻ എ കൺട്രി റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ്, അതായത് ധാതുസമ്പത്ത് ധാരാളമുള്ള രാജ്യം. ദെൻ ഓൾ ഓഫ് ദ എബോവ്, ഇവയെല്ലാം. അപ്പോൾ ഈ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ദക്ഷിണാഫ്രിക്കയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടത് ഏതാണെന്നല്ലേ ചോദിക്കുന്നത്. ഏതാണ് കൂട്ടുകാരെ ആൻസർ വരുന്നത്? യെസ്, ആൻസർ എന്താണ്? ഓൾ ഓഫ് ദ എബോവ് ആണല്ലേ. എന്താണ്? ഓൾ ഓഫ് ദ എബോവ്, മുകളിൽ നൽകിയത് എല്ലാമാണല്ലേ. ഓക്കെ, ദെൻ വൈ ഡിഡ് ബ്രിട്ടൻ ട്രൈ ടു കൊളോണൈസ് സൗത്ത് ആഫ്രിക്ക? വൈ ഡിഡ് ബ്രിട്ടൻ ട്രൈ ടു കൊളോണൈസ് സൗത്ത് ആഫ്രിക്ക? എന്താണ് ചോദ്യം? ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ മാറ്റാൻ ബ്രിട്ടൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? യെസ്, നമുക്കറിയാം എന്തൊക്കെയാണ് റീസൺസ് എന്ന് പറയുന്നത്. യെസ്, ബൈ 18th century the British reached South Africa. 18th സെഞ്ചുറിയിലാണ് ആര്? യെസ്, ബ്രിട്ടീഷ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയത്. They decided to make South Africa their colony with aim to acquire more land areas in different parts of the earth, to capture the immense wealth of Africa, to establish supremacy over other European countries, and to make it a temporary point and halt on their journey to the
ഏഷ്യൻ കോണ്ടിനെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ആക്ടിവിറ്റി 3 നോക്കാം നമുക്ക്. ഓക്കെ, ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി is the public expenditure of the central government from 2018 to 19 to 2020 to 23 is given below. എന്താണ്? യെസ്, സെൻട്രൽ ഗവൺമെൻറ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെ 2018 to 19 വരെയുള്ളതും അതുപോലെ തന്നെ 2022 to 23 വരെയുള്ളതുമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത് അല്ലെ, ഗ്രാഫിൽ നൽകിയിട്ടുണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ. ദെൻ എക്സ്പേർട്സ് ഫ്രം യൂണിയൻ ബഡ്ജറ്റ് ഇൻ 2023. 2018 to 19 എത്രയാണ്? യെസ്, 23.14 അല്ലേ. ദെൻ 2019 to 20 യെസ് 26.87. 2020 to 21 35.09 ആണ്. ദെൻ 2021 to 22 എത്രയാണ്? യെസ് 37.93 ആണ് അല്ലേ. ദെൻ 22 to 23 41.88 ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇതിന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? അനലൈസ് ദ ഗ്രാഫ്, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഗ്രാഫ് അപഗ്രഥിച്ചിട്ട് എന്ത് ചെയ്യണം? യെസ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഇയർ ദ ഹയസ്റ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒബ്സേർവ്ഡ്? ഇൻ വിച്ച് ഇയർ ദ ഹയസ്റ്റ് എക്സ്പെൻഡിച്ചർ അല്ലേ, ഹയസ്റ്റ് എക്സ്പെൻഡിച്ചർ in which years the highest increase in public expenditure observed? എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, നോക്കൂ. ഏത് വർഷമാണ് ഇൻ വിച്ച് ഇയർ ഇസ് ദ ഹയസ്റ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ? യെസ്, നമുക്കറിയാം 20 to 21 അല്ലേ. 20 to 21. Yes, then what is the trend in public expenditure from 2018 to 2023? 2018 to 2023 പബ്ലിക് എക്സ്പെൻഡിച്ചറിലുണ്ടായ ട്രെൻഡ് എന്താണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്, എന്താണ് അവിടെ? ഇൻക്രീസിങ് ഗ്രാജുവലി എന്താണ്? ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ഈസ് ദ ലോവസ്റ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റെക്കോർഡഡ്? ഇൻ വിച്ച് ഇയർ ഈസ് ദ ലോവസ്റ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റെക്കോർഡഡ്? ഏത് വർഷമാണ്? യെസ്, 2021 to 22 ആണല്ലേ. 2021 to 22. Okay, what is the trend in public expenditure from 2018 to 2023? എന്താണ് രണ്ടിൽ സംഭവിക്കുന്നത്? 2018 മുതൽ 2023 വരെയുള്ളത് അല്ലേ. പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഉണ്ടാകുന്ന ട്രെൻഡ് എന്താണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ? യെസ്, ഇൻക്രീസിങ് ഗ്രാജുവലി അല്ലേ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഇയർ ഈസ് ദ ലോവസ്റ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ റെക്കോർഡഡ്? അതായത് എന്താണ്? പൊതുചെലവിൻ്റെ വർധനവ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഏത് വർഷത്തിലാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? അത് 21 to 22 അല്ലേ. നോക്കൂ, 21 to 22 37.93 അല്ലേ. 21 to 22. Okay, then in which of the following is a non-tax revenue? അല്ലേ. ഇൻകം ടാക്സ് നൽകിയിട്ടുണ്ട്, ഫൈൻസ് ഉണ്ട്, ബിൽഡിംഗ് ടാക്സ് ഉണ്ട്, സെയിൽസ് ടാക്സ്. ഇതിൽ നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത് ഏതാണ്? നോൺ ടാക്സ് റവന്യൂവിൽ യെസ് ഫൈൻസ് ആണ് അല്ലേ. ആൻസർ എന്താണ്? ഫൈൻസ്. ദെൻ ആക്ടിവിറ്റി 4 നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിസിക്കൽ പോളിസി? അതായത് ധനനയത്തിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലക്ഷ്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എന്താണ്? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, റെഗുലേറ്റ് അഡീഷണൽ എക്സ്പെൻഡിച്ചർ, അതായത് അധിക ചെലവുകൾ നിയന്ത്രിക്കുക. ദെൻ അക്സലറേറ്റ് ദി എക്കണോമിക് ഗ്രോത്ത്, എന്താണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ദെൻ മെയിൻറ്റെയിൻ ഇനീക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലെ ഇനീക്വാളിറ്റി അല്ലേ, അതായത് വരുമാന വിതരണത്തിലെ അസമത്വം നിലനിർത്തുക. ഓക്കെ, അപ്പോൾ ഇതിലേതാ എനിക്ക് കൂട്ടുകാരെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിസിക്കൽ പോളിസി? ധനനയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തതിൽ ഏതായിരിക്കും വരിക?
Yes, maintain inequality in income distribution. Maintain inequality in income distribution. അതായത് എന്താണ്? യെസ്, വരുമാന വിതരണത്തിൽ അസമത്വം നിലനിർത്തുക എന്നുള്ളതല്ലേ. ഓക്കെ, ദെൻ യെസ് ഇതാണ് മെയിൻറ്റെയിൻ ഇൻഇക്വാളിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ലാസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പബ്ലിക് ഡെപ്റ്റ് റെഫേഴ്സ് ടു ലോൺ ടേക്കൺ ബൈ ദ ഗവൺമെൻറ്. വെൻ ഡസ് ദ ഗവൺമെൻറ് നീഡ് ടു ടേക്ക് സച്ച് ലോൺസ്? എന്താ പറഞ്ഞിട്ടുള്ളത്? യെസ്, എന്താണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ? പൊതുകടം എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഗവൺമെൻറ് എടുക്കുന്ന വായ്പകളാണല്ലേ പൊതുകടം എന്ന് പറയുന്നത്. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? വെൻ ഡസ് ദ ഗവൺമെൻറ് നീഡ് ടു ടേക്ക് സച്ച് ലോൺസ്? ഇങ്ങനത്തെ ലോൺസ് എടുക്കുന്നത് ഗവൺമെൻറ് എപ്പോഴാണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എപ്പോഴൊക്കെയാണ് ഗവൺമെൻറ് കടം എടുക്കുന്നത്? യെസ്, നമുക്കറിയാമല്ലോ എപ്പോഴൊക്കെയാണ്. The government has to take loans to materialize the developmental and welfare activities and to meet various administrative needs when the income is not sufficient to satisfy various needs. The loans thus availed by the government are known as the പബ്ലിക് ഡെപ്റ്റ്. എന്താ സംഭവിക്കുന്നത്? അതായത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാനും അതുപോലെ തന്നെ ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ് വായ്പകൾ എടുക്കുന്നു. ഓക്കെ, ദെൻ അതിലൊരു ചോദ്യം കൂടിയുണ്ടല്ലോ. എന്താണ്? യെസ്, ഹൗ മെനി ടൈപ്സ് ഓഫ് പബ്ലിക് ഡെപ്റ്റ് ആർ ദർ? വാട്ട് ആർ ദേ? ഹൗ മെനി ടൈപ്സ്, എത്ര ടൈപ്സ് ആണുള്ളത്? യെസ്, നമുക്കറിയാം 2 ടൈപ്സ് ആണല്ലേ. ഏതൊക്കെയാണത്? യെസ്, ഇന്റേണൽ ഡെപ്റ്റും എക്സ്റ്റേണൽ ഡെപ്റ്റുമാണ്. ആഭ്യന്തര കടവും അന്താരാഷ്ട്ര കടവും അല്ലേ. ഇന്റേണൽ ഡെപ്റ്റും എക്സ്റ്റേണൽ ഡെപ്റ്റും. ഇന്റേണൽ ഡെപ്റ്റും എക്സ്റ്റേണൽ ഡെപ്റ്റും. ഓക്കെ, then next question നോക്കാം. Activity 5. The blacks became citizens of special local self-government bodies and hence lost their South African citizenship. Which law introduced by the white settlers led to this? ഏതാണ് law? ബാൻഡു അതോറിറ്റീസ് ആണല്ലേ. ബാൻഡു അതോറിറ്റീസ് ആക്ട് ആണല്ലേ. ഓക്കെ, ദെൻ വാട്ട് വർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു സൗത്ത് ആഫ്രിക്കൻസ് ബീയിങ് ഫോഴ്സ് ടു ക്യാരി ഔട്ട് എ സ്റ്റേ അറ്റ് ഹോം പ്രൊട്ടസ്റ്റ് അല്ലേ. വാട്ട് വർ ദ സർക്കംസ്റ്റാൻസസ് ലെഡ് ടു സൗത്ത് ആഫ്രിക്കൻസ് ബീയിങ് ഫോഴ്സ് ടു ക്യാരി ഔട്ട് എ സ്റ്റേ അറ്റ് ഹോം പ്രൊട്ടസ്റ്റ്? Yes, നമുക്ക് ആൻസർ നോക്കാം. A new mode of struggle named Stay at Home was organized by the people South Africa, demanding the right to vote, constitution without apartheid and retrieval of past laws. The African National Congress and the South African Indian Congress led the struggles. Native and Indian workers took part in the struggle. The factories, textiles, mills, schools across the country remained shut. This strike revealed the unity and strength of the anti-apartheid movement. The Stay at Home was a major struggle in the history of the freedom struggle of South Africa. Okay, then നമുക്ക് ആക്ടിവിറ്റി 6 എന്താണെന്ന് നോക്കാം കൂട്ടുകാരെ. ആക്ടിവിറ്റി 6. Okay, then activity 6. Write any 2 benefits of the geographic information system. Geographic information systemത്തിൻ്റെ ഏതെങ്കിലും 2 പ്രയോജനങ്ങൾ അല്ലെ 2 പ്രയോജനങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? യെസ്, നമുക്ക് ആൻസർ നോക്കാം. യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെ. യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് എന്താണ്? വാർത്താവിനിമയ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. ദെൻ യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ടൂറിസം, ടൂറിസം രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. യെസ്, യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചർ അല്ലേ, കൃഷി കാർഷിക രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു അല്ലേ. ഇത്രയും ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Okay, the next, the activities of the geographic information system are listed below. Arrange them in order അല്ലേ. ജോഗ്രഫിക് ഇൻഫോർമേഷൻ സിസ്റ്റംസിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നമുക്കിവിടെ താഴെ നൽകിയിട്ടുള്ളത്. അത് ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? യെസ്, അറേഞ്ച് ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. Analyze data with the help of the software, then collecting data from satellite images, aerial images, etc. Then converting the analyzed data into products. The user utilizes the product. Okay, അപ്പോൾ ഏതായിരിക്കും ഇതിൽ ഫസ്റ്റ് വരിക?
First, yes, collecting data from satellite images, aerial images, etc. എന്താണ് collecting data from satellite images, aerial images, etc. Then analyzing data with the help of a software. Then converting the analyzed data into products. Then user utilizes the products. ഈ ഒരു ക്രമത്തിലാണല്ലേ വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ അറേഞ്ച് ചെയ്ത് എഴുതുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Then activity 7 നോക്കാം നമുക്ക്. The law that came into effect in our country to protect children from sexual offences is the POSCO Act. In which year did the POSCO Act come into effect? ഏത് വർഷമാണ്? 2012, 2022, 2002, 1992. ഏത് വർഷത്തിലാണ് കൂട്ടുകാരെ? യെസ്, നമുക്കറിയാം ഏത് വർഷമാണ്. യെസ്, 2012 ആണല്ലേ, 2012. Then second question, the constitution is the source of the laws made in our country. What is the reason for starting this? എന്താണ് നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളുടെ ഉറവിടമാണ് എന്ത്? ഭരണഘടന അല്ലേ. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ stating this? What is the reason for stating this? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? എന്താണ് കാരണം? എന്താണ്? യെസ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ നാഷൻ. ദെൻ എനി ലോ ഫ്രെയിംഡ് ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് ഫോളോ ദ പ്രൊവിഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ദസ് ദ ബൗണ്ടറീസ് വിത്തിൻ ഇൻ വിച്ച് ഗവൺമെന്റ്സ് ക്യാൻ മേക്ക് ആൻഡ് എൻഫോഴ്സ് ലോസ് ആർ ഡിസൈഡഡ് ബൈ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഹോൾഡ് ദ പൊസിഷൻ. ഇനി നമുക്ക് ആക്ടിവിറ്റി 8 നോക്കാം. ഇന്ത്യ ഈസ് എ കൺട്രി ദാറ്റ് കൾട്ടിവേറ്റ് എ വെറൈറ്റി ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ് അല്ലേ. ഇന്ത്യ ഈസ് എ കൺട്രി കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ഓഫ് അഗ്രികൾച്ചറൽ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ് ബിൽഡോ റൈറ്റ് ദ നെയിംസ് ഓഫ് 2 സ്റ്റേറ്റ്സ് ദാറ്റ് ഗ്രോ ലിസ്റ്റഡ് ക്രോപ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. റൈസ്, വീറ്റ്, കോട്ടൺ. സ്റ്റേറ്റ്സ് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ള, സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ഗിവൺ മാപ്പ് ദ മാർക്ക് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ നെയിം ഓഫ് ദ ക്രോപ്പ് ദാറ്റ് ഈസ് ഗ്രോൺ ഇൻ ദാറ്റ് സ്റ്റേറ്റ്. ഓരോന്നും അടയാളപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ടല്ലോ. ക്രോപ്പും അതുപോലെ തന്നെ ഗ്രോൺ ചെയ്ത് വളരുന്ന സ്റ്റേറ്റും അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. റൈസ് എവിടെയാണ്? യെസ്, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്. ദെൻ വീറ്റ് ഉത്തർപ്രദേശ്, പഞ്ചാബ്. ദെൻ കോട്ടൺ മഹാരാഷ്ട്ര, ഗുജറാത്ത്. എന്താണ്? റൈസ് വെസ്റ്റ് ബംഗാൾ, തമിഴ്നാടു. ദെൻ വീറ്റ് ഉത്തർപ്രദേശ്, പഞ്ചാബ്. ദെൻ കോട്ടൺ മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഇനി എന്താണ്? ഓരോ സ്റ്റേറ്റ്സ് നമുക്ക് നൽകിയിട്ടുണ്ടാവും, മാപ്പ് നൽകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഈ സ്റ്റേറ്റ്സ് ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. ഓക്കെ ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? അടയാളപ്പെടുത്തുക ഇതുപോലെ. പഞ്ചാബ്, യെസ്, തമിഴ്നാടു, യെസ്. ദെൻ പഞ്ചാബ് വീറ്റ്, തമിഴ്നാടു റൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആ രണ്ടെണ്ണം വരച്ച് അടയാളപ്പെടുത്തുക. ഓക്കെ, പഞ്ചാബ് വീറ്റ്, തമിഴ്നാടു റൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.